ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭ വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന തിയേറ്റർ അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ തിയേറ്റർ പൂട്ടി സീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് തിയേറ്റർ സീൽ ചെയ്യാനായി അധികൃതർ എത്തിയത്. എന്നാൽ സീൽ ചെയ്യുവാൻ തിയേറ്ററിലെത്തിയ ജീവനക്കാരുമായി തിയേറ്റർ അധികൃതർ നടത്തിയ ചർച്ചയിൽ അടുത്ത 2 ഷോകൾ നടത്തുവാൻ അനുവദിക്കുകയായിരുന്നു. ഓൺലൈൻ വഴി 400-ലധികം ടിക്കറ്റുകൾ വിറ്റതിനാൽ ഷോ നടത്താൻ അനുവദിക്കണമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപ് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇളവ് നൽകിയത്. 400 ചില്ലാനും ടിക്കറ്റുകൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് വിൽപ്പന നടന്നിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകരിവിടെ വന്നിട്ടുണ്ട്. ഈ 2 ഷോ കളിച്ചതിന് ശേഷം സ്വയം അവർ പൂട്ടി തരാമെന്ന് അവർ എഴുതി നൽകുകയും നഗരസഭയ്ക്ക് ഉറപ്പ് നൽകുകയും അത് രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2 ഷോ കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം ഇന്നത്തോടുകൂടി അവസാനിക്കും. കഴിഞ്ഞ മാർച്ചിൽ തിയേറ്ററിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സമ്മതപത്രമില്ലാതെ അപേക്ഷ നൽകിയിരുന്നതിനാൽ നഗരസഭ ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, ചാലക്കുടി.